ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നോക്കിയാലോ പത്രവിശേഷങ്ങൾ? തീർച്ചയായും സേതു പറഞ്ഞതൊക്കെ കറക്റ്റാണ്. കാരണം ഈ വാർത്തകളൊക്കെ തന്നെ പ്രാധാന്യമുള്ള വാർത്തകളാണ്. കാവിക്കൊടി പിടിച്ച ഭാരതാംബ മറ്റൊരു വിവാഹ തലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പോവുകയാണ്. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ ആദ്യം സർക്കാർ ചേർത്ത് പിടിച്ചു, 2 ദിവസം കഴിയുമ്പോൾ തള്ളി പറയുന്നു. നിരവധി വാർത്തകളാണ് ഇങ്ങനെ പത്രങ്ങളെല്ലാം ഉള്ളത്. പക്ഷേ നമ്മൾ പോകുന്നത് സാധാരണക്കാരന് വലിയ പരിചയമില്ലാത്ത ചില പേരുകൾ ഇന്നലെ പത്രങ്ങളുടെ ഒന്നാം പേജിൽ നിറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ലഹരി ഇങ്ങനെ രാസലഹരി നിറഞ്ഞു നിൽക്കുമ്പോൾ MDMA ഒക്കെയാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. പക്ഷേ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കെറ്റാമെലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച ഒരു ഡാർക്ക് വെബിലേക്ക് മയക്കുമരുന്ന് ശൃംഖലയെ ചേർത്ത് പിടിക്കുന്ന ഒരു കണ്ണി, അത് ഒരാൾ എഡിസൺ എന്ന പേരിൽ ഒരാളാണ് ഇന്നലെ അറസ്റ്റിലായത്. വലിയ വാർത്തയായിരുന്നു. നമുക്ക് നാട്ടിൽ നമ്മളത് വലിയ വാർത്തയായി കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചർച്ച. ദേശീയ മാധ്യമങ്ങളിലൊക്കെ അത് അതിഭീകര വാർത്തയായിരുന്നു. അല്ല, ഡൽഹിയിൽ ഒന്നാം പേരിലടക്കം മലയാളിയായ ആൾ പിടിയിലായ എന്ന രൂപത്തിൽ വാർത്ത വരികയും നമ്മളെ പല ആളുകളും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഇന്ന് പത്രങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഈ ശൃംഖല എങ്ങനെയാണ്, ഈ കെറ്റാമെലോണിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മളുടെ പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മാതൃഭൂമിയിലേക്കൊന്ന് വേഗം പോയി വരാം. ഇതൊരു അന്താരാഷ്ട്ര കച്ചവടമാണ്. എഡിസൻ്റെ വഴി എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. ഡാർക്ക് നെറ്റിലൂടെ നടത്തിയത് ഏതാണ്ട് 700 ലഹരി ഇടപാടുകൾ. എന്തുകൊണ്ട് ഡാർക്ക് നെറ്റ് എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഡാർക്ക് നെറ്റൊക്കെ ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. സാധാരണക്കാർക്ക് വലിയ പരിചയമില്ലാത്ത പേരാണ്. ഈ ഗൂഗിൾ ക്രോം ബ്രൗസറുകൾ ഉപയോഗിച്ച്, സെർച്ച് എഞ്ചിനുകളൊക്കെ ഉപയോഗിച്ച് ഒരുപക്ഷെ പ്രവേശിക്കാനാകാത്തതും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കോൺഫിഗറേഷനൊക്കെ ആവശ്യമുള്ളതുമാണ് ഈ ഡാർക്ക് നെറ്റ് എന്ന് പറയുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് അതിലുണ്ടാകാറുള്ളത്. ഇത് ആഗോള LSD വിതരണക്കാരായ ഡോക്ടർ സോയൂസ് ശൃംഖലയിൽ നിന്ന് മയക്കുമരുന്നായ LSD വാങ്ങും. പിന്നീട് ഇടപാട് ക്രിപ്റ്റോ കറൻസിയൊക്കെ ഉപയോഗിച്ചായിരിക്കും നടത്തുക. ഫോറിൻ പോസ്റ്റ് ഓഫീസിലേക്ക്, തപാലിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്താണ് ലഹരി എത്തുക. ആഭ്യന്തര കൊറിയർ സംവിധാനം ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. എഡിസൺ കുടുങ്ങിയത് അങ്ങനെയാണ്, ആഭ്യന്തര കൊറിയർ സംവിധാനം ഉപയോഗിച്ച്. ഇത് വാർത്ത ഇന്നലെ കണ്ടവർക്ക് ഇതിൻ്റെ ഒരു വിശദാംശം ഞാൻ പറയേണ്ടതില്ല. പക്ഷേ ഇത് പത്രങ്ങൾ ആഘോഷിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊരു കളിയല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ കണ്ടാൽ നമുക്കറിയാം. ഒരുപക്ഷെ ഒരു എമ്പുരാൻ സ്റ്റൈൽ ഫോട്ടോയൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ, പട്ന, ഹിമാചൽ പ്രദേശ് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് ഇദ്ദേഹം എഡിസൺ കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സംശയം തോന്നാതിരിക്കുന്ന ഓരോ തവണയും വ്യത്യസ്ത പട്ടണങ്ങളിലെ ആഭ്യന്തര കൊറിയർ സർവീസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താണെന്നാണ് വളരെ വിശദമായി പറയുന്നത്. 2 വർഷത്തിനിടയാൽ 5 മുതൽ 10 കോടി രൂപ വരെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ വളരെ വിശദമായി ഇതിൻ്റെ ഡിജിറ്റൽ അധോലോകമായ ഡാർക്ക് നെറ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലഹരി മാത്രമല്ല വിൽപ്പനയ്ക്ക്, ആയുധം, മോഷ്ടിച്ച ഡേറ്റ, മാൽവെയർ, വ്യാജ ഉൽപ്പന്നങ്ങൾ, സൈബർ ആക്രമണങ്ങളിലെ കുട്ടികൾ ഏകോപനം, കുട്ടികളുടെ അശ്ലീല ചിത്രം, ഇങ്ങനെ പിന്നെ ഇടപാടുകൾക്ക് ക്രിപ്റ്റോ കറൻസി. മലയാളികൾ എത്ര എന്നുകൂടി മാതൃഭൂമി ചോദിക്കുന്നുണ്ട്. 5 വർഷത്തിനിടെ ഡാർക്ക് സേവനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികളുടെ എണ്ണം കൂടിയതായി ഏജൻസികൾ പറയുന്നു. എന്തായാലും സൈബർ ഡോമും കേരള പോലീസിൻ്റെ സൈബർ ഡോമും ഡാർക്ക് നെറ്റിനെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഞാനിത് എടുക്കാൻ കാരണം ഇതൊരു വളരെ വലിയ വാർത്തയായി മറ്റ് സംസ്ഥാനങ്ങളിൽ, ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഈ വാർത്ത വളർന്ന് വലുതായി കഴിഞ്ഞു. മനോരമ ആ വാർത്ത വലുതായി നൽകിയിട്ടുണ്ട്. അറസ്റ്റിലായ എഡിസൺ മെക്സിക്കോയിലെ ആഗോള രാസലഹരി ശൃംഖലയുടെ മുൻ ഏജൻ്റാണ് എന്നാണ് മനോരമ പറയുന്നത്. ചെറിയ കളിയല്ല എഡിസൺ എന്നുള്ളതാണ് കഥ. എഡിസൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ സാമ്പിളുകൾ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. NCB ഇന്നലെ അതിഭീകരമായൊരു പ്രവർത്തനമാണ് നടത്തിയതെന്നും പറയുന്നുണ്ട്. ലഹരി കച്ചവട ശൃംഖലയിലെ പ്രധാന കണ്ണിയെ പിടികൂടാൻ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയത് ചടുലമായ നീക്കങ്ങൾ. ഡാർക്ക് വെബിലൂടെ ലഹരി കച്ചവടം നടത്തുന്നതിന് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ പോകുന്നു കഥകൾ. ഇനി ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് എന്ന് വേണം കാണാൻ. എന്തായാലും കേരളത്തിലായിരുന്നു ഇതിൻ്റെ ഒരു കണ്ണി പ്രവർത്തിച്ചത്. ആഗോള രാസലഹരിയുടെ ശൃംഖല കേരളത്തിലായിരുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി കൂടുതൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇദ്ദേഹം നാട്ടിൽ വളരെ സൗമ്യനായി, വളരെ വിദ്യാസമ്പന്നനായി ജീവിച്ചൊരു വ്യക്തിയാണ് എഡിസനെക്കുറിച്ചല്ല പക്ഷേ ആ വാർത്ത ഒരുപക്ഷെ ഇതിൻ്റെ തലം പോകുന്നത് മറ്റൊരു തലത്തിലേക്കാണ്, അന്തർദേശീയ തലത്തിലേക്കാണ്. ഇന്ത്യയെമ്പാടുമുള്ള രാജ്യങ്ങളിൽ രാസലഹരി ഉൽപ്പാദനം തുടങ്ങിയത് ട്രൈബ് സ്യൂസ് കാർട്ടിലാണ്. ട്രൈബ് സ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ അന്തർദേശീയ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. വലിയ കുപ്രസിദ്ധി ആർച്ചൊരു ഇതാണ് ട്രൈബ് സ്യൂസ് എന്ന് പറയുന്നത്. അവർ ക്രിപ്റ്റോ കറൻസിയാണ് അവരുടെ പണ ഇടപാടുകളുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ പരിപാടികളൊന്നുമല്ല. ക്രിപ്റ്റോ കറൻസിയേക്കാൾ വലിയ അതിഭീകരമായ പരിപാടികളാണ് അവരുടെ കയ്യിലുള്ളത്. എഡിസനെ പോലുള്ള വിദ്യാസമ്പന്നനായ ഏജന്റ്, ഇവിടെയാണ് വാർത്ത. എഡിസനെ പോലുള്ള വിദ്യാസമ്പന്നനായ ഏജന്റുമാർ വഴിയാണ് ഇവരുടെ ഓപ്പറേഷൻ രാജ്യത്ത് വ്യാപിപ്പിച്ചത്. 14 മാസങ്ങൾക്കിടയിൽ 600 തവണ ഇവർ ഇന്ത്യയിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ട്. NCBയുടെ കണ്ടെത്തൽ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞ കേസുകളാണ്. ഇത് വെറും കഞ്ചാവ് MDMA കളിയല്ല, രാസലഹരിയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പരിപാടിയാണ് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും വലിയ രൂപത്തിൽ ആ വാർത്ത വളർന്ന് വലുതാകുമെന്ന് വേണം വിചാരിക്കാൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വശവും. ഞാനിനി മറ്റു വാർത്തകളിലേക്ക് വേഗം പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറിനെ കുറിച്ച് തന്നെ പോകാം. ഡോക്ടർ ഹാരിസ്
കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനൊപ്പമായിരുന്നു സർക്കാർ എന്ന് പറയുന്നു. ഇന്നലെ ന്യൂസ് മലയാളത്തിൻ്റെ അതിഥിയെ വന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞത് അദ്ദേഹത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും, ആരോഗ്യ മേഖലയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാം എന്നുമാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. ഒരു കോളേജിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞാണ് കാര്യങ്ങളുടെ ഒരു വസ്തുത ഇന്നലെ വളരെ വലുതായി മാറുന്നത്. ഇന്നലെ അതിനുശേഷം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തിനെതിരായി സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് മന്ത്രി GR അനിൽ വരുന്നു. മന്ത്രി സജി ചെറിയാൻ വന്ന് സജി ചെറിയാൻ ഒരു പരിധിക്കപ്പുറത്തേക്കാണ് വർത്തമാനം പറഞ്ഞത്. ഒരു പക്ഷേ ശരിയായ വർത്തമാനമായിരുന്നു എന്ന് മന്ത്രി പരിശോധിക്കേണ്ടതാണെന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. ആശുപത്രികളിൽ ചിലപ്പോൾ മരുന്നും ഉപകരണങ്ങളും കാണില്ല. ആ ഡോക്ടർ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചല്ല ചെയ്തത്. കോൺഗ്രസ് പറയുമ്പോൾ രാജിവെക്കാനല്ല വീണ ജോർജിനെ മന്ത്രിയാക്കിയത്. ആശുപത്രികളിൽ ചിലപ്പോൾ മരുന്നും ഉപകരണങ്ങളും കാണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ കാണില്ല എന്നാണ് ഡോക്ടറും പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞതിനെ ആ രൂപത്തിൽ കാണണ്ടേ എന്നാണ് മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളാണ് ഞാൻ വായിച്ചത്. പിന്നെ GR അനിലും MV ഗോവിന്ദനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വലുതായി തന്നെ പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോഴും ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കണ്ട ഡോക്ടർ ഹാരിസ് എന്നെ കുറ്റപ്പെടുത്തിയാലും നടപടി ഉണ്ടായാലും നിലപാട് തുടരും എന്ന് തന്നെ പറയുന്നുണ്ട്. മന്ത്രിയെയും മന്ത്രിസഭയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഭരണ സംവിധാനത്തിലെ വീഴ്ച പരിഹരിക്കണമെന്നാണ് പറഞ്ഞത്. സർക്കാർ മനസ്സിലാക്കേണ്ടത്, പാർട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മന്ത്രിയെയോ സർക്കാരിനെയോ ഒന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തി പറയുന്നു. ഭരണ സംവിധാനത്തിലെ വീഴ്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹം ആവർത്തി പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇന്നലെ വളരെ ശ്രദ്ധേയമാണ്. പ്രൊഫഷണൽ സൂയിസൈഡ് എന്നുള്ളതാണ്. കാരണം എൻ്റെ തൊഴിൽ നിന്നുകൊണ്ട് ഞാൻ ആ തൊഴിലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ച് തുറന്നു പറയാൻ ശ്രമിക്കുന്നു. ആ തുറന്നു പറയാൻ ശ്രമിക്കുന്നത് പ്രൊഫഷണൽ സൂയിസൈഡാണ്. എനിക്കറിയാം എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞ ഒരാളെയാണ് ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രൂക്ഷമായി വിമർശിക്കുന്നതിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി 1 പറഞ്ഞെങ്കിൽ 9 പറയാനാണ് പാർട്ടി ശ്രമിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനോരമ അത് വേട്ട തുടങ്ങി എന്ന രൂപത്തിലാണ്. മാതൃഭൂമി ഉൾപേജിൽ ആ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മാതൃഭൂമി 7-ാം പേജിൽ ഏതാണ്ട് ഇരുട്ടി വെളുത്തപ്പോൾ ഡോക്ടർ ഹാരിസ് വില്ലൻ എന്നുള്ളതാണ് മാതൃഭൂമി. അത് മാത്രമല്ല പിന്നെ ഒരു കാര്യം കൂടി മാതൃഭൂമി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നടപടിക്രമം അടിമുടി മാറ്റാൻ ശുപാർശയുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനെ തുടർന്നായിരിക്കാം ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിൻ്റെ നടപടിക്രമങ്ങൾ അത് അടിമുടി മാറ്റാനൊരു ശുപാർശയുമുണ്ട്. എന്തായാലും വലിയ രൂപത്തിലാണ് ആ വാർത്ത പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഭാരതാംബയെക്കുറിച്ചാണ്. ഭാരതാംബ എവിടെ തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. രാജ്ഭവനിൽ മന്ത്രി P പ്രസാദ് പങ്കെടുത്തൊരു പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്താൻ മന്ത്രി പ്രസാദ് വിസമ്മതിച്ച് ഇറങ്ങിപ്പോകുന്നതിൽ തുടങ്ങിയ വിവാദമാണ്. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്ന ശേഷമുള്ള തുടങ്ങിയ വിവാദം അതിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ആ വാർത്തയുടെ വലിപ്പത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ആ വാർത്ത എത്തി നിൽക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയ രൂപത്തിൽ ബാധിക്കുന്നതിലേക്കാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. എന്താണ് ഭാരതാംബ എവിടെയാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എങ്ങനെയാണ് ആരംഭിച്ചത്, ഇപ്പോൾ അത് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. രജിസ്ട്രാർക്ക് സസ്പെൻഷൻ വരണമെങ്കിൽ സാധാരണഗതിയിൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകണം. അതൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്നല്ല ഇദ്ദേഹത്തിന് സസ്പെൻഷൻ. അത് നമുക്കറിയാവുന്നതുപോലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടി, ഒരു സ്വകാര്യ സംഘടന നടത്തിയൊരു പരിപാടി, ആ പരിപാടിയിൽ ഈ വീണ്ടും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വെക്കുന്നു. അവിടേക്ക് ഗവർണർ വരുന്നു, അവിടെ പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണ്. അവിടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്നൊരു നിലപാട് രജിസ്ട്രാർ എടുക്കുന്നു. കാരണം അത് സ്വകാര്യ പരിപാടിയിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് കൊടുത്ത ഹാളാണ്. ആ ഹാളിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള നിർദ്ദേശവും കൊടുത്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് സസ്പെൻഷൻ വരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഭാരതാംബ അല്ലെങ്കിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ സൃഷ്ടിക്കാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന വലിയ ആഘാതങ്ങളുടെ സൂചനയാണ് ഇപ്പോൾ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. അത് എന്തായാലും പത്രങ്ങളെല്ലാം നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. 1-ാം പേജിൽ മനോരമ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി നടപടി പിന്നാലെ അടി എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന അടിയെക്കുറിച്ചാണ്. നടപടിക്കെതിരെ പ്രതിഷേധവുമായി SFIയും DYFIയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്ഭവനിലേക്ക് ഇന്നലെ രാത്രി നടന്ന മാർച്ചിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഗവർണറോട് രജിസ്ട്രാർ അനാദരവ് കാണിച്ചു എന്നാണ് VC പറയുന്നത്. എന്തായാലും ഗംഭീര പരിപാടിയാണ്. ഇനി ഇതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട്. അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് എങ്ങനെയാണ് അനുമതി കിട്ടുക അല്ലെങ്കിൽ അധികാരമുള്ളത് എന്നുള്ളതാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്കല്ല, സിൻഡിക്കേറ്റിനാണ് അനുമതിയുള്ളത്. അതുകൊണ്ട് ഇതിന് നിയമവശം ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണപരമായ കാര്യത്തെക്കുറിച്ചല്ല സംഭവിക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോകാൻ പോവുകയാണ് എന്നും അത് മാധ്യമങ്ങളടക്കമുള്ള പത്രങ്ങൾ ഉൾപ്പേജിൽ അത് വലിയ വാർത്തയെ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊന്ന് ഇനി നമ്മുടെ വോട്ടർ പട്ടികയെക്കുറിച്ചാണ്. വോട്ടർ പട്ടിക വിവാദം കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ചതാണ്. ബീഹാറിൽ പുതിയ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് 1987 മുൻപ് ജനിച്ചവർ, അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ രേഖകൾ കാണിക്കണം, എങ്കിൽ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉണ്ടാകൂ എന്നുള്ള നിലപാടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ തുടർച്ച എന്നാണ് ദേശാഭിമാനി ഇന്ന് 1-ാം പേജിൽ ഒരു വലിയ വാർത്ത നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടിക അട്ടിമറിക്കപ്പെടുന്നു.
ഗൂഢനീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദേശാഭിമാനി നൽകിയതായതുകൊണ്ട് ഞാനൊന്ന് ഇത് ഉൾപേജിൽ വളരെ വിശദമായി വായിച്ചു നോക്കി. കാരണം കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികൾ പട്ടികയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് ആ വാർത്തയുടെ കണ്ടന്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് 1.5 കോടി പേർ പുറത്താകും. അതിൻ്റെ കാരണം ഇങ്ങനെയാണ്: വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായ ആളുകളെ പുറന്തള്ളാനും കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ കുടിയേറ്റ തൊഴിലാളികളെ കുത്തിനിറയ്ക്കാനും വഴിയൊരുക്കുന്നതാണ് നിർദ്ദേശമെന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇത് ജന്മനാട്ടിലല്ല, താമസിക്കുന്നിടത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജന്മനാട്ടിലല്ല, താമസിക്കുന്നത് എവിടെയാണോ അവിടെയുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നുള്ള. അപ്പോൾ കുടിയേറ്റ തൊഴിലാളികളായി പശ്ചിമ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒഡീഷയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഒക്കെ കേരളത്തിലെത്തിയ ആളുകൾക്ക് ഇവിടെ അവരെവിടെയാണോ താമസിക്കുന്നത്, അത് പെരുമ്പാവൂരാണെങ്കിൽ, അങ്കമാലി ആണെങ്കിൽ, തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ നിർദ്ദേശം. അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ദേശാഭിമാനി പറയുന്നത്. അത് മനോരമ ഉൾപേജിൽ അതിനെ വേറെ രൂപത്തിൽ വാർത്തയാക്കി നൽകിയിട്ടുണ്ട്. മനോരമയുടെ 8-ാം പേജിലാണ് ആ വാർത്തയുള്ളത്. ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മനോരമ പറയുന്നത്. പക്ഷേ വാർത്ത പാവപ്പെട്ടവൻ്റെ വോട്ടവകാശം അപകടത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ട്. ഈ പാവപ്പെട്ടവൻ്റെ വോട്ടവകാശത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ പുതുതായി വരാൻ പോകുന്ന സമഗ്ര വോട്ടർ പരിഷ്കരണം എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. അതിൽ കോൺഗ്രസും CPM ഒക്കെ ഉണ്ട്. ഭരണഘടനാപരമായ നടപടി എന്ന് കമ്മീഷൻ പറയുന്നു. ഇത് ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ ബീഹാറിൽ തുടങ്ങി കേരളം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉടൻ നടപ്പാക്കുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്കെതിരെ കമ്മീഷനെ പ്രതിഷേധം എല്ലാ പാർട്ടികളും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ വാർത്തയുടെ മറ്റൊരു തലമാണ് ദേശാഭിമാനിയിൽ നമ്മൾ വായിച്ചത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കുടിയേറിയ ആളുകൾക്കൊക്കെ വോട്ടുണ്ടാകും. അത് വലിയ രൂപത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് ദേശാഭിമാനി ആശങ്കപ്പെടുന്നത്. ഇനിയൊന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ്. ആ ആശ്വാസ വാർത്ത മാതൃഭൂമിയും മനോരമയും മറന്നുപോയി അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വേണം പറയാൻ. അതിൻ്റെ കാരണം ഇതാണ്: GSTയിൽ വൻ ഇളവിന് കേന്ദ്ര നീക്കം. നമുക്ക് സന്തോഷമുള്ള ആശ്വാസകരമായൊരു വാർത്തയാണ്. GST 12% നികുതി നിരക്ക് ഒഴിവാക്കും. ഒഴിവാക്കുന്ന ആ വസ്തുക്കൾ നമുക്കൊരു പക്ഷേ ഗുണമുള്ളതാണ്. ഞാൻ വേഗം വായിച്ചു പോകാം. കണ്ടൻസ്ഡ് മിൽക്ക്, 20 ലിറ്റർ കുപ്പിവെള്ളം, വാക്കി ടോക്കി, ടാങ്കുകൾ, അങ്ങനെ നിരവധി ഉപകരണങ്ങൾക്ക് 12% നികുതി ഒഴിവാക്കുന്നൊരു പരിപാടി വരാൻ പോകുന്നു. അതൊരു പക്ഷേ സാധാരണക്കാരെയും കച്ചവടക്കാരെയും ഒക്കെ അവർക്കെല്ലാം വലിയ രൂപത്തിൽ ഗുണം ചെയ്യുന്നതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മംഗളവും മാധ്യമവും 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റ് പത്രങ്ങൾ GST ആയതുകൊണ്ട് ഒരുപക്ഷെ ഉൾപ്പെടുത്താതെ പോയതാണോ എന്നറിയില്ല. മറ്റൊരു കാര്യം കൂടി, ഈ ഗുണ്ടകൾ, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലുണ്ടായ സംഭവം, തൃശ്ശൂരിൽ ഗുണ്ടകൾ പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനം തല്ലി തകർക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രശ്നം. പോലീസിന് തോക്കെടുക്കാം, പക്ഷേ തോക്കെടുക്കുന്നൊരു പരിപാടി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പോലീസ് തോക്കെടുത്തില്ല. ഗുണ്ടകളുടെ കയ്യിലും കാലിലും ഒക്കെ പരിക്കേറ്റാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വലുതാണ്: ഗുണ്ടയായാൽ പോലീസാകും, ഗുണ്ട വാളെടുത്താൽ പോലീസിന് തോക്കെടുക്കാം എന്നൊരു നിർദ്ദേശം പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. വലിയ രൂപത്തിൽ വലിയ പ്രത്യാഘാതമുള്ളതാണ്. പോലീസ് തോക്കെടുക്കാമെന്ന് പറഞ്ഞാൽ പോലീസിന് എന്തും ചെയ്യാമെന്നുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. പക്ഷേ എന്തായാലും സ്വയരക്ഷയ്ക്ക് വെടിവെക്കാൻ മടിക്കേണ്ടെന്ന് സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊരു നല്ല വാർത്തയാണ്. ഗുണ്ടകളെ നേരിടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഗുണ്ട വാളെടുത്താൽ പോലീസ് തോക്കെടുക്കുമെന്നുള്ളത് നല്ല സൂചനയാണ്. പക്ഷേ അത് സമൂഹത്തിൽ ദോഷകരമായിട്ട് ബാധിക്കരുത്. എല്ലാവരെയും ഗുണ്ടകളായി കണ്ട് തോക്കെടുക്കാൻ തീരുമാനിച്ചാൽ പ്രശ്നമുള്ള കാര്യമാണ് എന്നുകൂടി പറയുന്നു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്: ബ്രിട്ടൻ്റെ ഏറ്റവും അത്യാധുനികമായ, ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വിമാനം, സൈനിക വിമാനം, അത് ചില സാങ്കേതിക തകരാറിനെ തുടർന്ന് കേരളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ പറ്റില്ല. കാരണം ബ്രിട്ടനിൽ നിന്നൊക്കെ ആൾ വന്നു, അമേരിക്കയിൽ നിന്ന് ആൾ വന്നു, അതിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ അത് ഹാങ്ങറിലേക്ക് മാറ്റുന്നു, എയർപോർട്ടിലെ ഹാങ്ങറിലേക്ക് മാറ്റുന്നു. പക്ഷേ അതിനെ നമ്മൾ ട്രോളുകയാണ്. എനിക്ക് മടങ്ങണ്ട F-35B എന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ പേരാണ്. ലോകത്തെ ഏറ്റവും വലിയ അത്യാധുനിക യുദ്ധവിമാനമാണ്. കേരള ടൂറിസം അതിനൊരു വൈറൽ പോസ്റ്റാക്കി മാറ്റുന്നു. അത് മാതൃഭൂമി 7-ാം പേജിൽ വാർത്തയായി നൽകിയിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും, മനോരമ 9-ാം പേജിലൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ആര് വന്നാലും കേരളത്തിന് മടങ്ങിപ്പോകാൻ മടിയാണ്, വിഷമമാണ്. കാരണം കേരളം അത്രത്തോളം സുന്ദരമാണ് എന്നാണ് പറയുന്നത്. കേരള ടൂറിസത്തിൻ്റെ പോസ്റ്റ് വൈറലാകുന്നുണ്ട്. കേരളത്തിൻ്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ, പച്ചപ്പൊക്കെ നിറഞ്ഞൊരു പശ്ചാത്തലത്തിൽ ഈ വിമാനം റൺവേയിൽ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഫോട്ടോ. അതിശയിപ്പിക്കുന്ന ഇടമാണ് കേരളം, എനിക്ക് മടങ്ങണ്ട എന്നുള്ളതാണ് ആ പോസ്റ്റ്. കേരളം സുന്ദരമാണ്. എന്തായാലും നല്ല വാർത്തകൾ കൂടുതലുണ്ടാകട്ടെ. ഇന്നത്തെ പ്രശ്നം സേതു ഇവിടെ കഴിയുന്നു.